ഹായ് ഹലോ ഫ്രണ്ട്സ്, ടോക്ക് ഓൺലി PSCയിലേക്ക് ഞാൻ ഇതെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. സംഭവങ്ങൾ, പ്രക്ഷോഭങ്ങൾ, പരിഷ്കാരങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള കേരള ഹിസ്റ്ററിയുമായിട്ട് റിലേറ്റ് ചെയ്ത ടോപ്പിക്കുകൾ നമ്മൾ ഇങ്ങനെ തുരുതുരാ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. തുരുതുര എന്നൊക്കെ ഞാനൊരു പ്രാസത്തിനോ അല്ലെങ്കിൽ ഒരു രസത്തിനോ പറഞ്ഞാണ്, എന്നാലും വലിയ കുഴപ്പമില്ലാതെ ഒരു 10ഓളം ടോപ്പിക്സുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതായത് നിങ്ങൾക്ക് അത് നോക്കിയാൽ അറിയാൻ പറ്റും. ആ ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ എല്ലതും നമ്മൾ ഓർഡർ ആയിട്ട് തന്നെ ചെയ്യുന്നു. നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ടതാണ്. മാത്രമല്ല കേരള PSCയിലേക്ക് വരുമ്പോൾ കേരളത്തിലെ ഫാക്ട്സുകൾ നമ്മൾ പഠിക്കുക തന്നെയാണ് ചെയ്യാനുള്ളത്. എന്തായാലും അതിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ പണ്ടാരപ്പാട്ട വിളംബരം പഠിച്ചു. അതുകൂടാതെ തന്നെ അച്ചിപ്പുടവ സമരം പഠിച്ചു. ക്ലിയർ? പണ്ടാരപ്പാട്ട വിളംബരവും അച്ചിപ്പുടവ സമരവും ഒക്കെ പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ക്ലാസ്സുകളൊക്കെ നന്നായിട്ട് യൂസ് ചെയ്യുക, വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. അപ്പോഴാണ് നമുക്കിത് ബൈഹാർട്ട് ആവുള്ളൂ. നമുക്ക് എന്താ വേണ്ടത്? എക്സാം ഹോളിൽ കയറിയാൽ ഇത് അപ്പം നമുക്ക് പെട്ടെന്ന് നമുക്ക് ക്ലിക്ക് ആവണം അല്ലെ. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മൂക്കുകുത്തി സമരമാണ്. മൂക്കുത്തി സമരം എന്താണ്? മൂക്കുത്തി സമരം കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ. മൂക്കുത്തി സമരത്തെ കുറിച്ച് നമ്മൾ പഠിക്കാൻ പോവാണ്. എന്താണ് മൂക്കുത്തി സമരം? ആറാട്ടുപുഴ വേലായുധപ്പണിക്കർ നയിച്ച മറ്റൊരു സമരമാണ് ഈ മൂക്കുത്തി സമരം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ അച്ചിപ്പുടവ സമരം പഠിച്ച ആളുകൾക്ക് അറിയാം, അച്ചിപ്പുടവ സമരം നയിച്ചത് ആറാട്ടുപുഴ വേലായുധപ്പണിക്കരാണ്. അതെവിടെയാണ് ഉണ്ടായത്, എന്താണ് ഉണ്ടായത് ഒക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ച കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ മൂക്കുത്തി സമരവും ആരെന്നെയാണ് നയിച്ചത്? നമ്മുടെ ഈ ആറാട്ടുപുഴ വേലായുധപ്പണിക്കരുടെ തന്നെയാണ് മൂക്കുത്തി സമരവും. പഴയ കാലത്ത് കേരളത്തിലെ സ്ത്രീകൾ മൂക്കിൽ അണിയുന്ന ഒരു ആഭരണമാണ് മൂക്കുത്തി. പഴയ കാലത്ത് മാത്രമല്ല, ഇപ്പോഴത്തെ കാലത്തും സ്ത്രീകൾ അണിയണ അല്ലെങ്കിൽ ആരാണെങ്കിലും മൂക്കിൽ അണിയുന്ന ആഭരണത്തിന് നമ്മൾ എന്ത് തന്നെയാ പറയാ? മൂക്കുത്തി എന്ന് തന്നെയാണ് പറയാ അല്ലെ. അപ്പോ പഴയ കാലത്ത് എന്തായിരുന്നു അവസ്ഥ? അവർണ സ്ത്രീകൾക്ക് പഴയ കാലത്ത്, അതായത് പണ്ട് കാലത്ത് സ്വർണ്ണാഭരണങ്ങൾ അണിയാനൊന്നും അവകാശം ഉണ്ടായിരുന്നില്ല. അത് നമ്മൾ പഠിച്ചതാണ് അല്ലെ. അപ്പൊ പന്തളത്ത് ഒരു അവർണ യുവതി പൊന്നിൻ മൂക്കുത്തി ധരിച്ച് ചന്തയിലെത്തി. അതാണ് കഥയുടെ ഏറ്റവും ഭയങ്കര എന്താ പറയാ ത്രെഡ് എന്ന് പറയണ. ഓക്കെ, അപ്പൊ പന്തളം എന്നുള്ള സ്ഥലം പഠിച്ചു വെക്കണം. മൂക്കുത്തി, അതായത് സ്വർണ്ണ മൂക്കുത്തി ധരിച്ചിട്ട് അവർണ യുവതി എത്തിയ സ്ഥലം എവിടെയാടോ? പന്തളത്താണ് കേട്ടാ. ഇത് കണ്ട സവർണ പ്രമാണിമാർ മൂക്കുത്തി വലിച്ചു പറിച്ചു കളഞ്ഞു. ക്ലിയർ? അപ്പോ ഇത് വേലായുധപ്പണിക്കർ അറിഞ്ഞു. എന്തുണ്ടായി? അടുത്ത ദിവസം മൂപ്പര് ഇവിടേക്ക് വന്നു. എന്നിട്ട് ഒരു കൂട്ടം ആളുകളെ സംഘടിപ്പിച്ചിട്ട് സ്വർണ മൂക്കുത്തികളുമായി പന്തളം ചന്തയിലെത്തി. അവർണ യുവതികളെ വിളിച്ചുകൂട്ടി മൂക്കുത്തി ധരിക്കാൻ ആവശ്യപ്പെട്ടു. ഓക്കെ, അപ്പൊ ഇതറിഞ്ഞ മൂക്കുത്തി വലിച്ചു പറിച്ചു കളഞ്ഞ ഈ സംഭവം അറിഞ്ഞ വേലായുധപ്പണിക്കര് ഒരു കൂട്ടം ആളുകളെ സംഘടിപ്പിച്ച് സ്വർണ്ണ മൂക്കുത്തികളുമായിട്ട് പന്തളം ചന്തയിലെത്തിയിട്ട് അവർണ യുവതികളെ വിളിച്ചു കൂട്ടിയിട്ട് മൂക്കുത്തി ധരിക്കാൻ ആവശ്യപ്പെട്ടു. എന്തുണ്ടായി? അവര് മൂക്കില് ധരിച്ചിരുന്ന ഈർക്കിളും, പണ്ടുള്ള അവർണ സ്ത്രീകള് മൂക്കില് ഈർക്കിളും പച്ചിളക്കമ്പുകളൊക്കെയാണ് ധരിച്ചിരുന്നത്. അത് മാറ്റിയിട്ട് എന്ത് ചെയ്തു? പൊന്മൂക്കുത്തി ധരിച്ചു. അപ്പൊ ഈ ഒരു സംഭവത്തിനെയാണ് നമ്മൾ എന്തറിയപ്പെടുന്നത് ഗൈസ്? നമ്മള് മൂക്കുത്തി സമരം എന്നറിയപ്പെടുന്നത്. അപ്പൊ അതിൽ പഠിക്കാനുള്ള വളരെ 2-3 പോയിന്റ്സേ ഉള്ളൂ. അതായത് മൂക്കുത്തി സമരം എന്ന് പറഞ്ഞാൽ ആറാട്ടുപുഴ വേലായുധപ്പണിക്കര് തന്നെയാണ് ചെയ്തത്. പന്തളത്താണ് മൂക്കുത്തി വലിച്ചു പറിച്ച സംഭവം ഉണ്ടായത്. അതായത് പൊന്നിൻ മൂക്കുത്തി ധരിച്ചു വന്ന. ഓക്കെ, അങ്ങനെ വളരെ ചെറിയ ചെറിയ കാര്യങ്ങളല്ലേ പഠിക്കാനുള്ളൂ. അപ്പൊ അത് അങ്ങോട്ട് പഠിച്ചു വെക്കുക, അത് അങ്ങോട്ട് മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് നമ്മൾ മലയാളി മെമ്മോറിയലിലേക്ക് കടക്കണം. വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് മലയാളി മെമ്മോറിയൽ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ആദ്യം എന്താ പഠിക്കേണ്ടത്? മലയാളി മെമ്മോറിയലിന്റെ ഇയർ 1891. 1891 മലയാളി മെമ്മോറിയൽ നടക്കുന്നത്. ഓക്കെ, അപ്പൊ മലയാളി മെമ്മോറിയലിന്റെ ഡേറ്റ് എന്നാടോ? 1891. ക്ലിയർ ആയല്ലോ? തിരുവിതാംകൂറിലെ ഉയർന്ന ഉദ്യോഗങ്ങളിൽ പരദേശികളായ തമിഴ് ബ്രാഹ്മണന്മാരെ നിയമിച്ചിരുന്നതിൽ അമർഷം പൂണ്ട് ശ്രീമൂലം തിരുനാൾ മഹാരാജാവിന് നാട്ടുകാർ സമർപ്പിച്ച നിവേദനമാണ് മലയാളി മെമ്മോറിയൽ. അപ്പൊ എന്താണ് മലയാളി മെമ്മോറിയല്? തിരുവിതാംകൂറിലെ ഉയർന്ന ഉദ്യോഗങ്ങളില് തമിഴ് ബ്രാഹ്മണന്മാരെയാണ് നിയമിച്ചിരുന്നത്. അതായത് തിരുവിതാംകൂറിലെ അവിടുത്തെ ആളുകൾക്ക് കൊടുക്കാതെ തമിഴ് ബ്രാഹ്മൺസിനെയാണ് തിരുവിതാംകൂറിലുള്ള ഉയർന്ന ജോലികളൊക്കെ കൊടുത്തിരുന്നത്. ഓക്കെ, അപ്പോ ഈ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിന് എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് നമ്മുടെ നാട്ടുകാര് ശ്രീമൂലം തിരുനാൾ മഹാരാജാവിന്, ആർക്കാണ്?
ശ്രീമൂലം തിരുനാൾ മഹാരാജാവിന് സമർപ്പിച്ച ഒരു നിവേദനമാണ് എന്ത്? മലയാളി മെമ്മോറിയൽ. തിരുവിതാംകൂറുകാർക്ക് പഠിച്ചു വെക്കുക. തിരുവിതാംകൂറുകാർക്ക് എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവായ ബാരിസ്റ്റർ GP പിള്ള, KP ശങ്കരമേനോൻ, CV രാമൻപിള്ള എന്നിവരാണ് ഇതിന് മുൻകൈയെടുത്തത്. അപ്പൊ ഈ ഒരു മലയാളി മെമ്മോറിയൽ സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് മുൻകൈയെടുത്ത ആൾക്കാർ ആരൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാരിസ്റ്റർ GP പിള്ള, KP ശങ്കരമേനോൻ, CV രാമൻപിള്ള എന്നിവരാണെന്ന് പഠിച്ചു വെക്കുക. 1891 ജനുവരിയിൽ മഹാരാജാവിന് സമർപ്പിച്ച ഹർജിയിൽ ആദ്യ ഒപ്പുകാരനായിട്ട് വന്നതാരാണ്? KP ശങ്കരമേനോനും മറ്റ് 10,037 പേരും ഒപ്പിട്ടിരുന്നു. ഓക്കെ, എത്രയാണ്? ആദ്യം, അതായത് 1891 ജനുവരിയിൽ മഹാരാജാവിന് സമർപ്പിച്ച ഹർജിയിൽ ആദ്യമായി ഒപ്പുവെച്ചത് KP ശങ്കരമേനോൻ, പിന്നെയോ മറ്റ് 10,037 പേരും. അപ്പൊ ആകെ എത്ര പേര് ഒപ്പിട്ട് ചോദിച്ചാൽ 10,038 പേരാണ് ഒപ്പിട്ടതെന്ന് പറയണം. ഓക്കെ, ഉദ്യോഗ നിയമനങ്ങളിൽ നാട്ടുകാർക്ക് ജാതി മത പരിഗണനകളില്ലാതെ മുൻഗണന നൽകണമെന്നും നിയമങ്ങളിൽ ആനുപാതിക പ്രാതിനിധ്യം വേണമെന്നുമായിരുന്നു ഇതിലെ മുഖ്യ ആവശ്യങ്ങൾ. ക്ലിയർ? എന്തായിരുന്നു മലയാളി മെമ്മോറിയലിലെ മുഖ്യ ആവശ്യം എന്ന് ചോദിച്ചാൽ, ഉദ്യോഗ നിയമനങ്ങളിൽ നാട്ടുകാർക്ക് ജാതി മത പരിഗണനകളില്ലാതെ മുൻഗണന നൽകണമെന്നും നിയമങ്ങളിൽ ആനുപാതിക പ്രാതിനിധ്യം വേണമെന്നുമായിരുന്നു ഇതിലെ മുഖ്യ ആവശ്യങ്ങൾ. ക്ലിയർ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ മലയാളി മെമ്മോറിയൽ കഴിഞ്ഞു. 1891 മലയാളി മെമ്മോറിയൽ തിരുവിതാംകൂറിലെ ഉയർന്ന ഉദ്യോഗങ്ങളിൽ തമിഴ് ബ്രാഹ്മണന്മാരെ നിയമിക്കുന്നതിൽ അമർഷം പൂണ്ട് ശ്രീമൂലം തിരുനാൾ മഹാരാജാവിന് നാട്ടുകാർ സമർപ്പിച്ച നിവേദനമാണ് മലയാളി മെമ്മോറിയൽ എന്നറിയപ്പെടുന്നത്. ക്ലിയർ? തിരുവിതാംകൂറുകാർക്ക് എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവായ ബാരിസ്റ്റർ GP പിള്ള, പിന്നെ KP ശങ്കരമേനോൻ, CV രാമൻപിള്ള എന്നിവരാണ് ഇതിനകത്ത് മുൻകൈയെടുത്തത്. 1891 ജനുവരിയിൽ മഹാരാജാവിന് സമർപ്പിച്ച ഹർജിയിൽ ആദ്യമായിട്ട് ഒപ്പുവെച്ചത് ആരാ? KP ശങ്കരമേനോൻ. അദ്ദേഹത്തെ കൂടാതെ 10,037 പേര് ഇതിനകത്ത് ഒപ്പിട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ടോട്ടൽ 10,038 എന്നാണ്. ഉദ്യോഗ നിയമനങ്ങളിൽ നാട്ടുകാർക്ക് ജാതി മത പരിഗണനകളില്ലാതെ മുൻഗണന നൽകണമെന്നും നിയമനങ്ങളിൽ ആനുപാതിക പ്രാതിനിധ്യം വേണമെന്നുമായിരുന്നു ഇതിലെ മുഖ്യ ആവശ്യങ്ങൾ. നെക്സ്റ്റ്, അപ്പൊ 1891 സംഭവം കഴിഞ്ഞു. ഇനി നമ്മൾ 1893 പോവാണ്. ഇതും കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്താണ്? വില്ലുവണ്ടി സമരമാണ്. 1893 വില്ലുവണ്ടി സമരം നടക്കുന്നത്. വളരെ 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 പ്രാധാന്യമുള്ള ഒരു ടോപ്പിക്കാണ് വില്ലുവണ്ടി സമരം എന്ന് ആലോചിച്ച് വെക്കുക. പൊതുനിരത്തുകളിൽ കൂടി താഴ്ന്ന ജാതിക്കാർക്ക് സഞ്ചരിക്കാൻ അവകാശം നിഷേധിച്ചിരുന്ന സമ്പ്രദായത്തെ ചോദ്യം ചെയ്യാൻ അയ്യങ്കാളി സംഘടിപ്പിച്ച സമരമാർഗമാണ് വില്ലുവണ്ടി സമരം. ഓക്കെ, അതായത് അയ്യങ്കാളിയാണ് വില്ലുവണ്ടി സമരത്തിന്റെ പുറകിൽ പ്രവർത്തിച്ച പ്രധാന നേതാവ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അയ്യങ്കാളിയും വില്ലുവണ്ടി സമരവും 1893 ഒക്കെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്തായിരുന്നു വില്ലുവണ്ടി സമരത്തിന്റെ ബേസിക് റീസൺ? അതായത് പൊതുനിരത്തുകളിൽ കൂടി താഴ്ന്ന ജാതിക്കാർക്ക് സഞ്ചരിക്കാൻ അവകാശം നിഷേധിച്ചിരുന്നു. അപ്പൊ ഇതിനെതിരെയായിരുന്നു, അല്ലെങ്കിൽ ഈ സമ്പ്രദായത്തെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് അയ്യങ്കാളി സംഘടിപ്പിച്ച ഒരു സമരമാർഗമാണ് ഈ വില്ലുവണ്ടി സമരം എന്ന് പറയുന്നത്. അദ്ദേഹം തമിഴ്നാട്ടിൽ നിന്നാണ് ഒരു കാളവണ്ടി വാങ്ങിയത് ഇതിനു വേണ്ടിയിട്ട്. അക്കാലത്ത് മേൽജാതിക്കാർ മാത്രമേ ഇത് ഉപയോഗിക്കാറുണ്ടായിരുന്നുള്ളൂ. വെങ്ങാനൂരിന്റെ തെരുവുകളിലൂടെ അയ്യങ്കാളി വില്ലുവണ്ടിയിൽ സഞ്ചരിച്ചു. അപ്പൊ അയ്യങ്കാളി വില്ലുവണ്ടിയിൽ എവിടെ കൂടിയാണ് സഞ്ചരിച്ചത്? വെങ്ങാനൂരിന്റെ തെരുവുകളിലൂടെയാണ് അയ്യങ്കാളി വില്ലുവണ്ടിയിൽ സഞ്ചരിച്ചത്. നിരവധി മേൽജാതിക്കാർ ആക്രമിച്ചെങ്കിലും അയ്യങ്കാളി അതെല്ലാം പ്രതിരോധിച്ചു. അങ്ങനെ സഞ്ചാര സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നതിന് അയ്യങ്കാളിക്ക് കഴിഞ്ഞു. അപ്പൊ അതൊരു വിജയമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഓക്കെ, ക്ലിയർ? അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ചത് ഏതൊക്കെയാണ്? മൂക്കുത്തി സമരം പഠിച്ചു, മലയാളി മെമ്മോറിയൽ പഠിച്ചു, പിന്നെ ഏതാ പഠിച്ചത്? വില്ലുവണ്ടി സമരം പഠിച്ചു. അപ്പൊ എല്ലാം പഠിച്ചു വെക്കുക. നമ്മൾ വളരെ എന്താ പറയാ, റിവിഷന് വളരെ പ്രാധാന്യം കൊടുക്കണം. അപ്പൊ നിങ്ങൾ ഒരു തവണ കേട്ടു, ജസ്റ്റ് കേൾക്കുക, നെക്സ്റ്റ് വീണ്ടും കേൾക്കുക, അല്ലാണ്ട് ഇതൊന്നും ഇങ്ങനെ നോട്ടൊന്നും പകർത്തി വെക്കാൻ പാടില്ല. അപ്പൊ നമുക്ക് ഭയങ്കര എഫേർട്ടായിട്ട് തോന്നി ഈ പരിപാടി.
റിവിഷൻ ചെയ്യുക, വീണ്ടും കേൾക്കുക, ഓപ്ഷൻ ഉണ്ടല്ലോ വീണ്ടും കേൾക്കാൻ. ഓക്കെ, അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ നിങ്ങൾ തുടർന്നും ക്ലാസ്സുകൾ കാണാം, നന്നായി പഠിക്കുക. ഓക്കെ, താങ്ക് യു.